ഞാൻ റീജ. ഇവ ബ്യൂട്ടി ടിപ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഡ്രൈനസ് മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ല ഒരു ഓയിലുമായിട്ടാണ്. ഈ ഡ്രൈനസ് ഉള്ളവർക്ക് മുഖം പെട്ടെന്ന് തന്നെ വറണ്ടുണങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിലെത്തും. ഒരു ഹൈഡ്രേഷൻ എപ്പോഴും നമുക്ക് സ്കിന്നിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓയിലുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ജോജോബ ഓയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ജോജോബ ഓയിൽ നമ്മുടെ മുഖത്തെ ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിന് വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്കാണ് പെട്ടെന്ന് സ്കിൻ നശിക്കുന്നത്. അപ്പോൾ ഈ വറണ്ടുണങ്ങിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഹൈഡ്രേഷൻ നിലനിർത്തുന്നതിന് ജോജോബ ഓയിൽ വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്നിന്റെ അടിയിലുള്ള ഒരു ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സെബമുണ്ട്. ആ സെബത്തിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഡ്രൈനസ് ഉണ്ടാകുന്നത്. ഈ ഡ്രൈനസ് നമുക്ക് സ്കിന്നിലും സ്കാൽപ്പിലും ഉണ്ടാകാറുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്നത് സ്കാൽപ്പിൽ പൊടി പോലെയൊക്കെ ഇളകി വരുന്ന സമയത്ത് താരനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അത് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ജോജോബ ഓയിൽ സ്കിന്നിലും സ്കാൽപ്പിലും നമുക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചില ഓയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ആയാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ സ്കാൽപ്പിലും വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് സ്കിന്നിലെയും സ്കാൽപ്പിലെയും ഒക്കെ ഡ്രൈനസ് മാറ്റിയെടുക്കുന്നതിന് ജോജോബ ഓയിൽ വളരെയധികം നല്ലതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. ഒരു 400-450 രൂപയാകും. ഒരു ചെറിയ കുപ്പിയിലാണ് കിട്ടുന്നത്. നിങ്ങൾ ദിവസവും 2-3 തുള്ളി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സർവ് ആകും. ഇത് നല്ലതാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനും നമുക്ക് ഈ മാർഗം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഇത് എത്ര പെട്ടെന്ന് നമ്മുടെ സ്കിന്നെ ആഗിരണം ചെയ്യുന്നോ അത്രയും ഗുണമേന്മയും ഇതിനും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, മറ്റു ഓയിലുകൾ പുരട്ടിയാൽ പോരെ എന്ന്. എന്നാൽ മറ്റു ഓയിലുകൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് വലിച്ചെടുക്കുന്നില്ല. വളരെ പതുക്കെ മാത്രമേ അത് നമ്മുടെ സ്കിൻ വലിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. 2-3 തുള്ളി നമ്മൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ മുഖം കംപ്ലീറ്റ് നമുക്ക് ആകും. ഈ രീതിയിൽ മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ചെറിയ രീതിയിൽ ഒരു മസാജ് വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കൊടുക്കാം. നമുക്ക് കൊടുക്കാം. ഇവിടെ നെറ്റിയിലെ വരകളും ലാഫ് ലൈനിന്റെ വരകളും ഒക്കെ ക്രമേണ മാഞ്ഞു പോകും. ഇത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്കാൽപ്പിലും തേച്ച് പിടിപ്പിക്കുക. ക്രമേണ നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ റിങ്കിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിലാകും. ഉറപ്പായി നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.